നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം ചീറ്റുന്ന പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്താൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. 2016 തുടങ്ങിയ അദ്ദേഹം ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷം പറയുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മൾ കണ്ടു വരികയാണ്. അപ്പം ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ എത്ര നാളാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു പ്രസംഗം മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം പോലും ഈ സമയം വരെ മുണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അത് നല്ല ശൈലിയായിട്ട് ഞാൻ അതിനെ കാണുന്നേ ഇല്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ഇവിടുത്തെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുടെ ആണെങ്കിലും ഇനി മതമില്ലാത്തവരുടെ ആണെങ്കിലും അവരുടെ എല്ലാവരും കൂടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവരുടെ ഒരാളുടെ വിഷമം, ഒരു സമുദായത്തിൻ്റെ വിഷമം, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം എല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രശ്നമായി തീരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു മുഖ്യമന്ത്രി നല്ല രീതിയിൽ അതിന് മറുപടി പറഞ്ഞു പോകണമായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും അതിനുള്ള മറുപടി നമ്മൾ കേട്ട് ശീലിച്ച ആൾക്കാരാണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറമെങ്കിലും സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമുള്ള പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ പരിപാടിക്ക് പോകാതിരിക്കാം. പക്ഷേ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബന്ധത്തിൽ മാത്രം നിലകൊണ്ട് പോകേണ്ട ആൾക്കാരല്ലല്ലോ ഒരിക്കലും. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പോസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, ഒരു സ്ഥലത്ത് വെള്ളാപ്പള്ളി നടേശനും ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ എന്താണ്? ആ പോസ്റ്റർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ. അവിടേക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ RSS നേതാക്കന്മാരുടെ ഫോട്ടോയും ആ പോസ്റ്റർ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് അതിനകത്ത് ഏക BJP കാരനെ കണ്ടത് തുഷാർ വെള്ളാപ്പള്ളിനെയാണ്. കാരണം BJP ആയിട്ട് സംഘപരിവാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഏക ആളെ കണ്ടത് തുഷാർ വെള്ളാപ്പള്ളി. ബാക്കി മന്ത്രിമാരും ഇടതുപക്ഷവും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു അടവ് നയത്തിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണ്, ഞാനിത് ഇലക്ഷൻ വരികയാണ് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഇനി അങ്ങോട്ട് നടക്കാൻ പോകും. എങ്ങനെയാണ് നടക്കാൻ പോവുക? തുഷാർ വെള്ളാപ്പള്ളി ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് BJPയുടെ കൂടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കൂടെയും മുന്നോട്ട് പോകും. ആ സമയത്ത് അതിൻ്റെ അമ്പുകളെല്ലാം എവിടെ ഏൽക്കേണ്ടി വരും? വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തും ഈ പറഞ്ഞ SNDP യോഗത്തിൽ. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നയമാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിമാരുടെയും എല്ലാവരുടെയും ഒരു യോഗം വിളിച്ച് എന്നെ 30 വർഷം ആദരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അതോടുകൂടി ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഞാൻ ഇവിടേക്ക് ഈ യോഗത്തിലേക്ക് ഒരു BJP കാരനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ ഈ യോഗത്തിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ പൂർണ്ണമായി നിങ്ങളുടെ കൂടെയാണ് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രം. അതെന്ന് പറയുന്നത് ശുദ്ധമായ പൊള്ളത്തരമാണ്. ആ ശുദ്ധമായ പൊള്ളത്തരം ഈ പറയുന്ന ഇടതുപക്ഷവും CPM-ഉം CPI ഒക്കെ മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നത് CPIക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാകാഞ്ഞിട്ടാണോ ഇനി മനസ്സിലാകാത്ത പോലെ നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് വെള്ളാപ്പള്ളിയുടെ ശൈലി എന്ന് പറയുന്നത്. ആ ശൈലി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത വർഷവും അദ്ദേഹം ഇത്രയും നാളും എന്താണോ ചെയ്തതെന്ന്. ഇപ്പം ഞാൻ ഉദാഹരണം, ഇപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുൻപും അതിൻ്റെ ഒപ്പവും ഒക്കെ എന്താ പറഞ്ഞത്? ഞാനെപ്പോഴും ഇടതുപക്ഷത്തോട് കൂടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം വോട്ട് ചെയ്യാൻ പറഞ്ഞ ആർക്കാ? ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് അല്ലേ? ആലപ്പുഴയിൽ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു? ശോഭാ സുരേന്ദ്രന് വേണ്ടി പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും BJP പ്രസ്ഥാനങ്ങളോടും അടുത്താണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മകനെ BJPയുടെ ഒരു ഘടകകക്ഷിയാക്കി വെച്ചത്. എന്ന് പറഞ്ഞാൽ ആ ഘടകകക്ഷീൻ്റെ കൺവീനറാണ്, ഇന്ത്യൻ്റെ കൺവീനറാണ് അദ്ദേഹം. ആ പ്രസ്ഥാനം ഈ BDJS എന്ന് പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങി വെച്ചതാരാ? ഈ വെള്ളാപ്പള്ളി നടേശനാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ നടത്തിക്കൊണ്ടുവന്ന ആരാ? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. അതിന് കൊടി ഉയർത്തിയതാരാ? വെള്ളാപ്പള്ളി നടേശനാണ്. അതിന് ചിഹ്നം പ്രഖ്യാപിച്ചതാരാ? വെള്ളാപ്പള്ളി നടേശനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മാറിയുന്നു. എന്തുകൊണ്ട് മാറിയുന്നു? അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, കെട്ടിവെച്ച കാശ് ഈ പറയുന്ന മത്സരിച്ച സീറ്റുകളൊന്നും കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞത് കുടത്തിൽ താമര വിരി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഒരു കുടത്തിലും താമര വിരിച്ചില്ല. അതോടുകൂടി ആ പരിപാടി നിർത്തി അദ്ദേഹം. നിർത്തി കഴിഞ്ഞപ്പോൾ കേരളമാണ് ഇത് മതേതര സ്റ്റേറ്റാണ് എന്നുള്ള അദ്ദേഹം നല്ല രീതിയിൽ അറിയാം. ഇവിടെ നിന്ന് പോകണമെങ്കിൽ BJPയുടെ സംവിധാനമാണ് എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്മൃതി മാഡം നേരെ പറഞ്ഞ കുറേ കേസുകളുണ്ടല്ലോ, അതിനകത്ത് പോകും. അപ്പോൾ അതിനെയാണ് അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ പാവം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, എന്നെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി. എന്നിട്ട് അദ്ദേഹം ഞാൻ ശരിക്കും പറയുന്നത് ഈ ആട്ടുംതോലിട്ട ചെന്നായ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഏക ഉദാഹരണം കേരളത്തിൽ ഇദ്ദേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ശൈലിയും. ഞാൻ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ എതിർത്ത പാർട്ടി എതിർത്ത പ്രസ്ഥാനം SNDP യോഗമാണ്.
ശരിയാണ്, SNDP യോഗമാണ്. പക്ഷെ അന്ന് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല. അദ്ദേഹമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ജനറൽ സെക്രട്ടറി. എങ്കിൽ എന്താ അറിയോ, ഇവിടുന്ന് കൊട്ട വണ്ടികൾ എന്താ മറ്റേ ഇതുണ്ടല്ലോ, എന്ത് ശിലകൾ കൊടുത്തു വിട്ടത്, ഇഷ്ടിക കൊടുത്തു വിട്ടത്, ലോഡ് ആണെങ്കിൽ ഇഷ്ടിക കൊടുത്തു പോയേനെ, കാരണം ഇദ്ദേഹം കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ന്യായീകരണം, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന ഏത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിന്നത്? അദ്ദേഹം അതാണല്ലോ പറയേണ്ടത്. SNDP യോഗം മഹത്തായ പ്രസ്ഥാനമാണെന്നും അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമായിരുന്നെന്നും അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനമാണെന്നും അത് തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള നല്ല ജനറൽ സെക്രട്ടറിമാരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നല്ല രീതിയിലാണ് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയതെന്ന് ആർക്കും സംശയമില്ല. കേരളത്തിലെ ഏതെങ്കിലും മലയാളിക്ക് സംശയമുണ്ടോ? അത് ഒരു സംശയമില്ല. ആ സമയത്ത് എന്ത് നിലപാടാണ് ഈ സംഘം, ഈ പറയുന്ന പ്രസ്ഥാനം എടുത്തിട്ടുള്ളതെന്നും നമുക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എന്താണ് ഇപ്പോൾ ഉള്ള രീതിയിൽ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണല്ലോ അതായത് നമ്മൾ നോക്കേണ്ടത്. ആ വെള്ളാപ്പള്ളി നടേശൻ ബാബറി മസ്ജിദ് ഇപ്പോഴാണ് തർക്കപ്പെടുന്നതെങ്കിൽ എന്ത് നിലപാട് സ്വീകരിച്ചെന്ന് ആലോചിച്ചാൽ മതി. ഏത് രീതിയിൽ പ്രവർത്തിക്കും? അദ്ദേഹമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് മുസ്ലിം സമുദായം തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പറയുകയാണ് അവിടെ മറ്റുള്ളവർ എന്താണ് ശ്വാസം മുട്ടി ജീവിക്കുകയാണ്, എന്താണ് ഈഴവർക്കൊന്നും കിട്ടുന്നില്ല, ഈഴവർക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ മുസ്ലിം സമുദായം പറയുകയാണ് എന്ത്, ഞാൻ ഈ പറയുന്ന എറണാകുളത്തോ തിരുവിതാംകൂർ ഏരിയയിൽ എത്ര മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇവരോട് കമ്പയർ ചെയ്ത് നോക്കട്ടെ. മലപ്പുറത്തുള്ളതിൻ്റെ കാൽഭാഗത്തിൽ ഒന്നുണ്ടോ? ഈ പറയുന്ന ആലപ്പുഴയിലോ കോട്ടയത്തോ പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ എന്താണ്, അവിടെ 16 എണ്ണ ഇവിടെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് ഇവർക്ക് 16 സ്ഥലത്ത് അവർക്ക് 1-2 ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശൈലിയാണ്. അപ്പം എന്താണ് വർഗീയ വിഷം? ഞാനൊരു ഉദാഹരണം പറയുന്നത്, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഈ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് സംഭവിച്ചത്? ആ മൂല്യങ്ങളെ ദോഷമാകുന്ന വിധത്തിലല്ല പ്രസംഗം നടത്തിയത് പോയിട്ട് അല്ലേ, ആ മൂല്യങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇന്നലെ നമ്മുടെ സാദിഖ് അലി ശിഹാബ് കോലം കത്തിച്ചില്ലേ? എന്ത് കാരണം കൊണ്ടാണ് കോലം കത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടായത്? ഇദ്ദേഹമാണ് അതിന് വിത്തിട്ട് കൊടുത്തത്. അദ്ദേഹത്തെ ആ ശൈലിയിൽ ഇരുത്താൻ പാടുമോ? അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് 2-3 മാസം മുന്നേ നമ്മൾ ചർച്ച നടന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തെ എവിടെയും കൊണ്ട് ഒതുക്കണമല്ലോ എന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ നാക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് എവിടെയും ഒതുക്കണമല്ലോ എന്ന് വിചാരിച്ചത്. ഇതിന് തലപ്പത്തിരുന്നാൽ ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിണറായി വിജയൻ കൊണ്ട് ഒതുക്കിയതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെയൊന്നും അദ്ദേഹം ഒതുങ്ങിയിട്ടില്ല. അദ്ദേഹം അതിനെ എന്താക്കി, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് എല്ലാവരും വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഈ നവോത്ഥാന സമിതി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ അറിയപ്പെടുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും നമ്മൾ അറിയപ്പെടുന്നവരാണോ? ഇവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവ് ആ കൂടെ ഉണ്ടോ? ഒരു നേതാക്കന്മാരും ഇല്ല. മുന്നണിയൊക്കെ പോയത് ഇനി ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടു എന്ന് സർക്കാരിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അത് തിരിച്ചടിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ തുടരുന്നത്. പിരിച്ചുവിടാൻ പറ്റില്ല, ആളെ മാറ്റിക്കഴിഞ്ഞാൽ അത് വേറെ തിരിച്ചടിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അപ്പുറം അവിടെ SNDP യോഗത്തിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് CPM-മാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-ക്കാരുണ്ട്, സംഘപരിവാർക്കാരുണ്ട്, എല്ലാവിധം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവിടെ ഈ SNDP യോഗത്തിന് എന്തെങ്കിലും ഒരു നിലപാട് ഈ വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിക്കുന്ന നിലപാടുകളാണ് ശരിയെന്ന് വെക്കുന്നതെങ്കിൽ 2016 ഇലക്ഷനിൽ 34 സീറ്റിലും കണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ BDJS മത്സരിച്ചത് അല്ലേ? ആ സ്ഥലത്ത് ഒരു സീറ്റിലെങ്കിലും ജയിച്ചേനെ, ഒരു സീറ്റിലെങ്കിലും 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ വന്നേനെ. ഒരു സ്ഥലത്ത് വന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയും കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. അന്ന് അത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്ന സമയത്ത് പോലും കേൾക്കുന്നില്ലെങ്കിൽ ഇപ്പം അത്രയും കൂടെ കേൾക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം ആരാണ് ഭരിക്കുന്നത്? BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, എൻ്റെ ബിസിനസ്സുകളും സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം. ആ സംവിധാനത്തിൻ്റെ കൂടെ അതൊരു ഹിന്ദു അനുകൂല നിലപാട് സ്വീകരിച്ചാൽ BJP എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാടുകൾ അവിടെ സ്വീകരിക്കുന്നു. അതിനപ്പുറം ഒന്നുമില്ല. അതോടുകൂടി എന്ത് സംഭവിക്കും? അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള VDJSൻ്റെ അധ്യക്ഷനായിട്ടുള്ള NDAൻ്റെ കൺവീനറായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു സപ്പോർട്ടും കൂടിയാവും. മോനെ ഞാനുണ്ട്, നീ ടെൻഷൻ വേണ്ട എന്നുള്ളത് നിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടൊരു ശൈലി അങ്ങനെയും കൊടുക്കും. ഞാൻ പറയുന്നത് എന്താ അറിയോ, എത്രയോ നീചമായ രീതിയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പോലും മലപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. ഒരു RSS അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ BJP അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു BJP പ്രവർത്തകനോ കേരളത്തിലെ ഏതെങ്കിലും ഒരു RSS പ്രവർത്തകനോ മലപ്പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടോ മുസ്ലിങ്ങൾ തിരുമ്പാർക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്ഥലത്തോ മുസ്ലിം വർഗ്ഗവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന ഇതുവരെ നടത്തി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിനേക്കാളും അപ്പുറം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, കാരണം ഒരു മഹത്തായ സംവിധാനത്തെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമായ പരിപാടിയാണ്. ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുകയും വേണം. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് പോകണം എന്നുള്ളതല്ല, പോയാലും കുഴപ്പമില്ല, കാരണം അവരുള്ള വ്യക്തിബന്ധം നമുക്കറിയാവുന്നതാണ്, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ എന്താണ്, ഇതിന് ശക്തമായ മറുപടി ഒന്നിലും ഇവിടെ പറയണം അല്ലെങ്കിൽ അവിടെ പോയി പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
Meet the editors.